തടസ്സങ്ങൾ എങ്ങനെയാ മാറ്റുന്നത്? തടസ്സങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് മാറ്റുന്നത്? തടസ്സങ്ങൾ നമ്മൾ എന്തും ഒരു കുട്ടി പിന്നെ ബഹളം ഉണ്ടാക്കുമ്പോൾ ആ കുട്ടി ബഹളം ഉണ്ടാക്കുമ്പോൾ അത് ഞാൻ അതിൻ്റെ വഴി പറയുന്നത്, ആ കുട്ടി ബഹളം ഉണ്ടാക്കുമ്പോൾ ഞാൻ പോയി അടിച്ചു കഴിഞ്ഞാൽ തടസ്സം തീരുമില്ല. പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കും. അവനോട് എന്താ മോനെ വേണ്ടത്, ഇൻ്റെടാ എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവന് സ്നേഹത്തോട്, അല്ല അവൻ കരയുമ്പോൾ നമ്മളും കരഞ്ഞാൽ എന്താണ് ഇവന് കരയുന്നത് വിചാരിക്കും. മനസ്സിലായില്ലേ? മനസ്സിലായി. അവൻ കരയുമ്പോൾ നമ്മൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, അല്ലെ അവൻ്റെ ഫീലിങ്ങിന് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ ആ കുട്ടി സൈക്കോളജിക്കലായിട്ട് ഇങ്ങനെ നോക്കും, ഇവരെ മുഖത്ത് നോക്കും, ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കും. മുഖത്ത് നോക്കുമ്പോൾ എന്താ ഇവർ കരയുന്നത് നോക്കും, അവനങ്ങ് നിന്നു. അപ്പം അവൻ്റെ പിന്നെ നിന്ന് കഴിഞ്ഞാൽ അവനോട് ടാക്ടിക്കായിട്ട് ഒരു മുട്ടായി അവൻ്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവന് കൊടുത്ത് അവനെ നമ്മൾ മാറ്റുക. ഇതാണ് ഏറ്റവും നല്ല വഴി. അതിപ്പോൾ ഒരാളെ അടിക്കാൻ വരുന്ന ആളോട് ഇരിക്കും, നമുക്ക് പറയാം എന്താ നമ്മുടെ പ്രശ്നം, എന്ത് കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യാം, ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ആദ്യം അവൻ വരുന്ന ശക്തിയിൽ ഒന്ന് കുറപ്പിക്കുക. അതായത് അതാ പറയും ഓടുന്ന ബസ്സിൽ ഓടിക്കയറണം എന്ന് പറയും. ഓടുന്ന ബസ്സിൽ നമ്മൾ മുമ്പിൽ നിന്നിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തട്ടി നമ്മളെ കേട്ടിട്ടു. പക്ഷെ ഓടുന്ന ബസ്സിൽ മെല്ലെ ഓടി അതിൽ കയറി കഴിഞ്ഞാൽ ആ ഡ്രൈവിംഗ് സീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം. മനസ്സിലായി? എങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. അപ്പം ഓടുന്ന ബസ് ഓടിക്കയറുന്ന അതിൻ്റെ ആ വേഗതയിൽ നമ്മൾ അവരെ കൂടി തന്നെ പോവുകയാണ്. ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ. നമ്മൾ ഓരോ ചോദിക്കുമ്പോഴാണ് കിട്ടുന്നത്. ഇപ്പം അപ്പോൾ നമ്മൾ ഈ കേരളത്തിനെ പറ്റി കുറ്റം പറയുന്ന സമയത്ത് കേരളത്തിൽ എങ്ങനെ നമുക്ക് ബന്ധപ്പെടുവാൻ സാധിക്കും എന്നാണ് നോക്കേണ്ടത്. മനസ്സിലായി. അത് ഏത് രീതി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ജോലി ചെയ്താൽ ജീവിക്കാൻ നല്ല കാര്യമാണ്. പക്ഷെ അധ്വാനിക്കണം. ചെയ്യാൻ പറ്റില്ല. ഫോറിനെല്ലാം പോയിട്ട് ചിലപ്പോൾ വലിയ പ്രതീക്ഷിക്കും, എത്രയോ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരുടെ ലേബേഴ്സ് എല്ലാം അവിടെ അത്ര സുഖമുള്ള കാര്യമൊന്നുമില്ല. നല്ലോണം കഷ്ടപ്പെട്ടാലേ അവിടെയും കിട്ടും. അപ്പോൾ നമ്മൾ അധ്വാനിക്കാനുള്ള നല്ല മനസ്സുണ്ടാവുക, നമ്മൾ പഠിച്ച് ആ കാര്യം സമഗ്രമായി പഠിച്ചിട്ട് അത് ചെയ്യാനുള്ള മനസ്സുണ്ടാവുക, ആത്മാർത്ഥമായി പണിയെടുക്കുക, തീർച്ചയായിട്ടും വിജയിക്കണം. ശത്രുക്കളില്ലേ? ശത്രുക്കൾ നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പം എല്ലാം ശത്രുക്കൾ, നമുക്ക് ജലസ് നിറയെ ആൾക്കാരാണ്. അപ്പോൾ ശത്രുക്കളായിട്ട് നമ്മൾ ഒരാളെ മാത്രമേ എൻ്റെ മുമ്പിൽ ശത്രുക്കളായിട്ട് കാണുന്നത്. അത് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ഭക്തനാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളെ അതായത് മോശമാക്കിക്കല്ല, അല്ലെങ്കിൽ ആ ദർശനങ്ങളെ മാറ്റി അതിന് ആ ദർശനങ്ങളെ സമൂഹത്തിൽ കൊണ്ടുവരേണ്ട ആൾ, ഉത്തരവാദിത്തപ്പെട്ട ആൾ തന്നെ അത് നിഷേധിക്കുമ്പോൾ, അത് നിഷേധിച്ച് വേറെ ഒന്ന് അതിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഞാൻ ഗുരുവിശ്വാസി ആയതുകൊണ്ടാണ്. കാരണം എല്ലാ ജാതിയും മതങ്ങളും എല്ലാം ഒന്ന്, അതായത് മതം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ഗുരുദേവൻ പറഞ്ഞിരിക്കുകയാണ്. മതം ജാതി ചോദിക്കരുത് പറയുന്ന, ജാതി വേണ്ടെന്നോ മതം വേണ്ടെന്നോ പറഞ്ഞില്ല, ചോദിക്കരുത്. മതം എന്നത് മനുഷ്യത്വമാണ്. മതം എന്നത് മനുഷ്യത്വമാണ്. ജാതി എന്ന മനുഷ്യജാതിയാണ്. ഇതിൽ വ്യത്യാസമില്ല. ഗുരു അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 100 ബിസിനസ്സുള്ള അടുത്ത് പോകുന്നു, ഒരു മീറ്റിങ്ങിൽ പോകുന്നു, എത്ര ആൾക്കാരുണ്ട്, അവരേത് മതവും ജാതി എന്നിട്ട് നമ്മളെ പോകുന്നത്. നമ്മൾ ഒരാൾ റോഡ് മേലെ വീഴുമ്പോൾ അത് കീഴുമ്പോൾ ഇനി മതവും ജാതിയും നോക്കുന്നത് അതല്ല. അപ്പം നമുക്ക് ശരിക്കും മനസ്സിലായാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഏത് ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അതിനടിസ്ഥാനപ്പെടുത്തല്ല ജീവിക്കുന്നത്. സ്നേഹമാണ് ഏറ്റവും കാര്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നുണ്ട്, ആ സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു സഹോദരനാണ് നിങ്ങളെല്ലാം തോന്നിക്കഴിഞ്ഞാൽ അത് ഏത് ആൾ കണ്ടാലും നമുക്ക് സഹോദരന്മാരും. ഇപ്പോൾ അകലയിൽ വന്നപ്പോൾ എൻ്റെ ഒരു സ്വന്തം സഹോദരനായിട്ട് സ്നേഹിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സഹോദരൻ തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. ഇന്ന് നബിദിനത്തിൻ്റെ പിറ്റേ ദിവസമാണ്. ഒരു സഹോദര്യത്തിൻ്റെ ഏറ്റവും പാഠം പഠിപ്പിച്ചെന്ന് ഒരു പ്രവാചകനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ഏത് വാക്കുകൾ, ഇതിപ്പം മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും പ്രവാചകന്മാരൊക്കെ സന്ദേശം ഒരു ജാതി ഒരു മതം ഒരു ദൈവം, അതായത് മനുഷ്യത്വം, എല്ലാവരും ഒന്നെന്നുള്ള മാത്രമേ ഉള്ളൂ, എല്ലാവരും സ്നേഹിക്കുക എന്നാണ്. ഒരു മതം അവർ ഒരു ഘടനാറ്റിരുത്താം, ഇന്ന രീതിയിലുള്ള മതമാണ് ഞങ്ങൾ, ആ മതത്തിന് നിങ്ങൾ ചേരുക. മറ്റുള്ളൊരു മതം മോശമാണെന്ന് ഒരു കാലത്ത് ഒരു മതവും പറയില്ല. എൻ്റെ മതം നല്ലതെന്ന് പറയും എന്നല്ലാതെ മതത്തിൻ്റെ കാര്യം പറയുന്നത് അങ്ങനെയാണ് പറയുന്നത്. അതായത് അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്, നമ്മളൊക്കെ പഠിപ്പിച്ചു. അവിടെ മാത്രമേ ഈ നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ പാത പിന്തുടർന്ന് പോകുന്നു, ആ സത്യങ്ങൾ വിളിച്ചു വരുമ്പോൾ അവിടെ മാത്രമേ ശത്രുക്കളുള്ളൂ.
അവിടെ മാത്രം ശത്രുക്കൾ ഉണ്ടാകും. കാരണം അത് ശത്രു എന്നല്ല, അദ്ദേഹത്തെ അവർക്ക് വരുന്ന നഷ്ടങ്ങൾ, അതായത് നിങ്ങൾക്ക് കിട്ടേണ്ട, അതായത് സമൂഹത്തിന് കിട്ടേണ്ട പൈസ ഒരാളത് വലിച്ചെടുത്ത് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തോട് ഉപയോഗിക്കുമ്പോൾ അത് ഒരു അനീതിയാണത്. ഒരു സമൂഹത്തോട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഒത്തിരി ചോദിച്ചിട്ടുണ്ട് താങ്കൾ. ഞാൻ ഇത്രയും ചോദിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ശത്രു അതാണ് ഞാൻ ചോദിച്ചത്. അവിടെ ഞാൻ ശത്രുതാക്കിയിട്ടുണ്ടല്ലാതെ ഞാൻ എൻ്റെ ബിസിനസ്സുകാരുമായിട്ട് മറ്റൊരു തരത്തിൽ ആരോടും അല്ല, അതാണ് അതിന്റെ കൃത്യമായിട്ട്